DP8. XYZ Limited Corporation has എത്ര ഡിവിഷൻ ഉണ്ട്? 3 ഡിവിഷൻ ഉണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ്, whose income statement and balance sheet are summarized below. ഇൻകം സ്റ്റേറ്റ്മെന്റ് ട്രേഡിംഗ് PL അക്കൗണ്ടിൽ നിന്ന് എടുത്ത കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്ത കുറച്ച് ഇൻഫർമേഷൻ താഴെ തന്നിട്ടുണ്ട്. എത്ര ഡിവിഷൻ ഉണ്ട് അവർക്ക്? 3 ഡിവിഷൻ. ഏതാ? XYZ. അതിന്റെ സെയിൽസ് വന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 5 lakh. പക്ഷെ ആരുടെ അല്ല? YDZന്റെ ഇല്ല. തന്നുണ്ട് അതിൽ? Yes, there is a mistake in the alignment of the question. Sales ഇതാണ് 5 lakh DG, കറക്റ്റ്. അടുത്ത് ഓപ്പറേറ്റിംഗ് ഇൻകം 25,000, 30,000, പിന്നെ H കറക്റ്റാണ്. പിന്നെ അടുത്തത് ഓപ്പറേറ്റിംഗ് അസറ്റ് 1 lakh, മറ്റേന് 2,50,000. അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇങ്ങനെ തന്നെ AF, പിന്നെ എത്രയാണ്? 0.40. പിന്നെ അടുത്ത് B കറക്റ്റാണ്, അത് മാർജിനാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് വലിക്കണം കണ്ട് നോക്കിയിട്ടുണ്ട്, എഴുതിയ പോലെ വലിയ ആനക്കാരുണ്ട് അവിടെ. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെക്സ്റ്റിലടക്കം തരുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊന്നും മാറ്റാവുന്ന പ്രശ്നമുണ്ട്. C 2% വേണ്ടത് കഴിഞ്ഞ അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ശരിയാക്കില്ലേ? ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ഇത് വായിക്കാം. അപ്പോൾ സെയിൽസ് ആർക്കേ തന്നിട്ടുള്ളൂ? എക്സിൻ്റെ. ആരുടെ അല്ല? YDZന്റെ ഇല്ല. പിന്നെ ഓപ്പറേറ്റിംഗ് ഇൻകം 2 പേരെ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 25,000, പിന്നെ എത്രയാണ്? 30,000. മറ്റേ H. അപ്പോൾ ഈ H എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കണ്ടാൽ മതി? എളുപ്പം ABCD എന്ന് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? കണ്ടാൽ മതി. മിസ്സിംഗ് ഫിഗർ കാണുമ്പോഴേ അപ്പോൾ എളുപ്പമായി. അടുത്തേതാ പറയുന്നത്? അസറ്റ്, ഓപ്പറേറ്റിംഗ് അസറ്റ് തന്നിട്ടുണ്ട് അല്ലേ? 1 ലക്ഷം. മറ്റേത് കണ്ടെത്തണം. 2,50,000 ആണ് Z-ൻ്റെ. പിന്നെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഒരാൾക്കേ തന്നിട്ടുള്ളൂ, X-നും Y-നും ഇല്ല. അസറ്റ് ടേൺ ഓവർ റേഷ്യോ അപ്പോൾ എന്താണ് ഇക്വേഷൻ? സെയിൽസ് ഡിവൈഡഡ് ബൈ, എഴുതി വെച്ച അവിടെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ഏതാ? അസറ്റ്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. സിമ്പിളാണ്, നല്ല രസമുള്ള സാധനം. ഒരുമിച്ച് ചെയ്യാം നമുക്ക്. അടുത്ത ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ്. ഏതാ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഏതാ? സെയിൽസാണ്. സെയിൽസ് എന്നുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലേ? പെർസെൻറ്റേജിൽ തന്നുള്ള, അപ്പോൾ ഇൻറ്റു ഏതാ? 100. അടുത്തേതാ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI അല്ലേ? ഇക്വേഷൻ അവിടെ എഴുതി വെക്കാം. എന്താ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ ഇവിടെ എന്താ മക്കളെ? ഈ ഓപ്പറേറ്റിംഗ് അസറ്റ് എന്നല്ലേ തന്നുള്ളേ? അപ്പോൾ ഇക്വേഷനിൽ അങ്ങനെ ആക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ ഒന്ന് എന്താക്കാം? ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കാം. അപ്പോൾ ഡിവൈഡ് ബൈ ഇവിടെ ഏതാ? ഓപ്പറേറ്റിംഗ് അസറ്റ്. ഓക്കെ, എഴുതി വെച്ചില്ലേ? ഇതിൽ ചെയ്യാൻ കഴിയില്ല, ഞാൻ വേറെ പേജ് എടുക്കുന്നു. അപ്പോൾ എല്ലാ കയ്യിലും ഇല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ഏതാണ്? ഫസ്റ്റ് വൺ ഏതാ? അസറ്റ് ടേൺ ഓവർ. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഡ്യൂ ബോണ്ടിലൊക്കെ അല്ലേ? സെയിൽസ് ഡിവൈഡഡ് ബൈ ഏതാണ്? അസറ്റ്. അടുത്ത മാർജിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് ബൈ സെയിൽസ്. പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് ബൈ ഓപ്പറേറ്റിംഗ് അസറ്റ്. സെറ്റ്. ഒരുമിച്ച് പോവാൻ ടാസ്ക്. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ABCD എന്നുള്ള പോയിന്റ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ആദ്യം നമുക്ക് കണ്ടെത്തേണ്ട സാധനം ഏതാണ്? A അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ അടിയിൽ എന്താ പറഞ്ഞുള്ളത്? നമ്പർ 1, സപ്ലൈ ദ മിസ്സിംഗ് ഡാറ്റ ഇൻ എ ടേബിൾ എബോവ് ആൻഡ് സമ്മറൈസ് ദ റിസൾട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഡാറ്റ എന്ത് ചെയ്യണം? നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഹെഡിങ് തന്നെ എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ്
എന്താ മിസ്സിങ് ഡാറ്റ. ഹെഡിങ് എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് മിസ്സിങ് ഡാറ്റ. ഓക്കെ, എ അല്ലേ? എ എന്ന് പറയുമ്പോൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഡിവിഷൻ എക്സുമായി ബന്ധപ്പെട്ടത് അല്ലേ? നോക്കിയില്ലേ? എന്താ കാണാൻ പറഞ്ഞുള്ള അസറ്റ് ടേൺ ഓവർ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? രണ്ടും തന്നിട്ടില്ലേ ഡയറക്റ്റ് ക്വസ്റ്റ്യനില്ലേ? ഓക്കെ അല്ലേ? എ എന്നിട്ട് എന്താ എഴുതേണ്ടത്? അസറ്റ് ടേൺ ഓവർ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ പറയും, ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് ഡിവൈഡഡ് ബൈ, ഈ അസറ്റ് പറയുമ്പോൾ എങ്ങനെയുള്ള അസറ്റ്, എന്താ പേര് പറഞ്ഞല്ലോ ഇവിടെ? ഓപ്പറേറ്റിംഗ്. അപ്പം അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓപ്പറേറ്റിംഗ് അസറ്റ്, ഇതാണ് കാണാല്ലേ? ഡയറക്റ്റ് കാണാല്ലേ? അസറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 5 ലക്ഷം. സെയിൽസ് എത്ര? 5 ലക്ഷം ഡിവൈഡ് ബൈ ഓപ്പറേറ്റിംഗ് അസറ്റ് എത്രയാ? 1 ലക്ഷം. 5 കിട്ടും അല്ലേ? പെർസെൻറ്റേജിൽ എഴുതണം. ടേൺ ഓവർ റേഷ്യോ ഒക്കെ ഏതിലാണ് എഴുതാൻ? ടൈംസ്, പോയിന്റ് അല്ല. ഡിവൈഡഡ് ബൈ എത്ര കിട്ടുക? 1 അല്ല 5 ഏതാ? ടൈംസ്, 5 ടൈംസ്. ഓക്കെ അല്ലേ? അടുത്ത് എഴുതാം. റെഡി അല്ലേ? സ്പീഡൊന്നും ഇല്ല, എല്ലാവരും ഫോളോ ചെയ്യാം, മെല്ലെ പോവാം. ബി, ചില ആൾക്ക് ഇങ്ങനത്തെ കാൽക്കുലേഷൻ എന്ത് കുറച്ച് പ്രയാസമുണ്ടോ? മാത്സിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇതല്ല ഇനി വരുന്നത്. ബി ഏതാ പറഞ്ഞത്? മാർജിൻ കാണാൻ അല്ലേ? അപ്പം നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി ആദ്യം തന്നെ. മാർജിൻ ഈസ് ഈക്വൽ ടു എന്താ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലേ? മാർജിൻ എപ്പോഴും പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. സിമ്പിളാണ് അല്ലേ? എത്രയാണ് ഓപ്പറേറ്റിംഗ് ഇൻകം? 25,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ്? 5 ലക്ഷം ഇൻറ്റു 100, 5%. ഒരെണ്ണം കൂടി കണ്ട ഡിവിഷൻ എക്സിൻ്റെ ഓവർ ഏതാ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് അസറ്റ്. $25,000 divided by 1 lakh അല്ലേ? into 100. %25. ഇതിൽ വേറെ കോമ്പിനേഷൻ തരട്ടെ. മുകളിലെ 2 ഇക്വേഷൻ അല്ലേ? അതിൽ കോമൺ ആയിട്ട് ഈ ഇക്വേഷനിലും കോമൺ ആയിട്ട് വരുന്നതായിട്ട് ഏതാണ്? സെയിൽസ് കട്ടാക്കുക അല്ലേ? അപ്പം എന്താ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് ബൈ ഏതാണ്? ഓപ്പറേറ്റിംഗ് അസറ്റ്. ഇനി വേറൊരു പരിപാടി, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. 5 ടൈംസ് ഇൻറ്റു എത്രയാണ്? 5%, 25%. വെറുതെ എഴുതി വെച്ചോ, ചിലപ്പോൾ എവിടെയൊക്കെ ആവശ്യം വരും. ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്യും. ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ പോലെ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? നമ്മൾ ഡ്യൂപോണ്ട് ചെയ്തില്ല, എങ്ങനെ 2 ഡ്യൂപോണ്ടിൽ 3 ഇക്വേഷൻ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ? ഇവിടെ 2 ഇക്വേഷനുള്ളൂ. അപ്പോൾ ROI കണ്ട് ഓർമ്മല്ലേ? എന്താ? നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ അത്രയും കഴിഞ്ഞു. ഞാൻ എക്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ?
ഇനി ക്വസ്റ്റ്യൻ ഏതാ ആവശ്യപ്പെട്ടുള്ളത്? വൈയുടെ ഏതാ? ഡി കാണും. ഓക്കെ അല്ലേ? ഡി എന്താ പറഞ്ഞുള്ളത്? ഡി കമ്പ്യൂട്ടേഷൻ ഓഫ് എഴുതി നോക്കാം. സെയിൽസ്. ഡി എന്താ കാണേണ്ടത് എഴുതാം. കമ്പ്യൂട്ടേഷൻ ഓഫ് സെയിൽസ്. അതിൽ അയാൾ എന്താ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? ഇത് പല വകുപ്പിലും ചെയ്യട്ടാ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ തന്നത് എന്താ? മാർജിൻ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? മാർജിൻ കാണുമെന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പിന്നെ എന്തും തന്നിട്ടുണ്ട്? ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പം ആ ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? സെയിൽസ് കണ്ടെത്താൻ പറ്റും. ഏതിൽ നിന്ന്? മാർജിൻ. അപ്പം ഇക്വേഷൻ എഴുതാം. മാർജിൻ അല്ലെങ്കിൽ ഏതാണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. ഇവരുപയോഗിച്ച മാർജിൻ അല്ലേ? അങ്ങനെ എഴുതാം. മാർജിൻ അല്ലെങ്കിൽ ഏതാണ്? ഓർ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ തന്നിട്ടുള്ളത്? 4% അല്ലേ? സോറി 0.4% ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്. എത്രയാ? 30,000 ഡിവൈഡഡ് ബൈ ഏതാണ്? ശ്രദ്ധിച്ചോ, ഈ കാൽക്കുലേഷൻ പ്രശ്നമുള്ളവർക്ക് സെയിൽസ് ഇൻറ്റു ഏതാണ്? 100. ഈ ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷനാവും അല്ലേ? 0.40 ഡിവൈഡഡ് ബൈ എത്രയാണ്? 100 ഈസ് ഈക്വൽ ടു എത്രയാ? 30,000 ഡിവൈഡഡ് ബൈ എത്രയാ? സെയിൽസ്. സെയിൽസ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? അപ്പോൾ therefore സെയിൽസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30,000 ഡിവൈഡഡ് ബൈ ഇത് എത്ര വരിക? 0.40 ഡിവൈഡ് ബൈ 100 അടിച്ചാൽ 0.004. എത്ര? 75 ലക്ഷം. അപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? സെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ വല്ലതും കാണാൻ ചിലപ്പോൾ ഇത് ആവശ്യം വരും. അത് മനസ്സിലുണ്ടാവണം. കഴിഞ്ഞില്ലേ? അടുത്തെന്താ കാണാൻ പറഞ്ഞില്ലേ? വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഏത് ചെയ്യുന്നത് പറയടോ. അടുത്തേക്ക് പോട്ടെ. ABCD. പിന്നെ ഏതാ? ഇ എന്താ പറഞ്ഞുള്ള ലിസ്റ്റില്? ഏതുമായി ബന്ധപ്പെട്ട തന്നെയാണ്? വൈയുമായി ബന്ധപ്പെട്ട ഏതാ? ഓപ്പറേറ്റിംഗ് അസറ്റ്. ഈ എഴുതാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് അസറ്റ്. ഓപ്പറേറ്റിംഗ് അസറ്റ്. ഓപ്പറേറ്റിംഗ് അസറ്റ് വരുന്ന ഇക്വേഷൻ ഏതാ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇക്വേഷൻ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടല്ലേ? ഓക്കെ അല്ലേ? അത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് അസറ്റ്. അപ്പം അതിലിട്ട പരിപാടി വരും. അപ്പോൾ എഴുതാം ROI ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് അസറ്റ്. എത്രയാണ് ROI ഉള്ളത്? 2% ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാ? 30,000 അല്ലേ? ഇപ്പം കണ്ട പോലെ തന്നെ അല്ലേ? അടുത്തതാ ഓപ്പറേറ്റിംഗ് അസറ്റ്.
ഓപ്പറേറ്റിംഗ് അസറ്റ് ഈസ് ഈക്വൽ ടു 30,000 ഡിവൈഡഡ് ബൈ 2% എന്ന് പറയുമ്പോൾ 2 അല്ലേ, ഡിവൈഡ് ബൈ 100. പോയിൻ്റ് എത്രയാണ്? 0.2 അല്ലേ. 30,000 ഡിവൈഡഡ് ബൈ 0.02, 15 ലക്ഷം. ഇവിടെ ഒരു 100 ഉണ്ട് കേട്ടോ, അറിയാലോ, നേരത്തെ ഇതുപോലെ തന്നെ. മുന്നോട്ട് പോട്ടെ. അടുത്തെന്താ പറഞ്ഞത്? EF അസറ്റാണ്. ടേൺ ഓവർ കിട്ടി, അസറ്റും കിട്ടി, ഡയറക്റ്റ് കണ്ടൂടെ? സെയിൽസ് കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ രണ്ടും കണ്ടല്ലേ, ഡയറക്റ്റ് ചെയ്താൽ പോരെ? പറയട്ടെ? പറയും, ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞില്ല എന്നാ. ഒന്നും റെസ്പോണ്ട് ചെയ്യും. F ആണ്. F എന്താ? F വേണ്ടത് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇത് കമ്പ്യൂട്ടേഷൻ ഓഫ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. എന്താ ഇക്വേഷൻ? സെയിൽസ് ഡിവൈഡഡ് ബൈ അസറ്റ്. ടൈംസിൽ കാണിച്ചാൽ പോരെ? സെയിൽസ് നമ്മൾ ഇതാ കണ്ടെത്തി മുകളിൽ. എത്ര? 75 lakh. അസറ്റും ഉണ്ട് അല്ലേ, ഓപ്പറേറ്റിംഗ് അസറ്റ് എന്ന് എഴുതാം. സെയിൽസ് എത്ര? 75 ലക്ഷം ഡിവൈഡഡ് ബൈ 15 lakh. എത്ര വരും? 5 times എന്ന് എഴുതാം, മറക്കണ്ട. 5 times. അടുത്തതാ ജി. എന്താ ജി? ആരെത്തി? അപ്പം എല്ലാം ആരുടെ കഴിഞ്ഞു? വൈയുടെ എല്ലാം കഴിഞ്ഞു. ഇനി ജിയുടെ സെഡിൻ്റെ ജി എന്ന് പറഞ്ഞ ഏതാ? സെയിൽസ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ? സെയിൽസ്. അങ്ങനെ ഹെഡിങ്ങിൽ എഴുതി വെക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് സെയിൽസ്. നമുക്ക് അവരുടെ എന്താ തന്നിട്ടുള്ളത്? അസറ്റ് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ ഏത് തന്നിട്ടുണ്ട്? അസറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്താൽ പോരെ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഏത് കാണാം? ഏത് റേഷ്യോ എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്? അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു സെയിൽസ് ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് അസറ്റ്. അസറ്റ് ടേൺ ഓവർ റേഷ്യോ എത്ര തന്നിട്ടുള്ള? 0.4 ഈസ് ഈക്വൽ ടു സെയിൽസ് ഏതാ തന്നുള്ളത്? ഓപ്പറേറ്റിംഗ് അസറ്റ്. സെയിൽസാണ് കണ്ടെത്തണ്ടല്ലേ. അപ്പോൾ സെയിൽസ് അറിയില്ല, പക്ഷെ ഓപ്പറേറ്റിംഗ് അസറ്റ് അറിയാം. എത്രയായിരുന്നു? 2,50,000. വളരെ സിമ്പിളായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഓക്കെ അല്ലേ? സെയിൽസ് ഈസ് ഈക്വൽ ടു 2,50,000 ഇൻറ്റു 0.40. എത്ര വരും? 1 lakh. നിങ്ങൾക്ക് പ്രൂഫ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നോക്കാം അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞ് ശരിയല്ലേ എന്ന് അറിയാം. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ? സെയിൽസ് ഇപ്പോൾ എത്ര കിട്ടിയത്? 1 lakh അല്ലേ? ഡിവൈഡഡ് ബൈ എത്രയാണ്? 2,50,000 ചെയ്ത് നോക്ക്. അപ്പോൾ എത്ര കിട്ടണം? 0.40 കിട്ടുന്നുണ്ടാവും. നോക്കാം. അടുത്ത H. 2 കൂടെ ഉള്ളൂ അല്ലേ? H എന്താ മക്കളെ പറഞ്ഞുള്ളത്? ഓപ്പറേറ്റിംഗ് ഇൻകം കാണാനാണ്. തന്നിട്ടില്ല അല്ലേ? ഓപ്പറേറ്റിംഗ് ഇൻകം
ഓക്കെ അല്ലേ? മോള് സെയിൽസ് അറിയാലോ. അപ്പോൾ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് മാർജിൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ മാർജിൻ നിൻ്റെ മോളിൽ പിടിക്കാം. മാർജിൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. മാർജിൻ എത്ര തന്നുള്ളത്? 5% ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ഇൻകം അറിയില്ല, അതല്ലേ കണ്ടെത്തേണ്ടത് അല്ലേ? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് ബൈ ഏതാണ്? സെയിൽസ് അറിയാം. നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാ 1,00,000. നമ്മൾ സിമ്പിളായി ഡയറക്റ്റ് ചെയ്യാം അല്ലേ? ഓപ്പറേറ്റിംഗ് ഇൻകം ഈസ് ഈക്വൽ ടു സെയിൽസിൻ്റെ എത്ര ശതമാനം? 5%. ഇതിന് ഇക്വേഷൻ പോലും വെക്കേണ്ട ആവശ്യമില്ല. സെയിൽസിൻ്റെ എത്രയോ പെർസെൻറ്റേജ് ആണ് ഇത് ഓപ്പറേറ്റിംഗ് ഇൻകം. എത്ര പെർസെൻറ്റേജാണ്? 5%. അങ്ങനെയാണെങ്കിൽ സെയിൽസിൻ്റെ 5% കണ്ടാൽ ഓപ്പറേറ്റിംഗ് കിട്ടണ്ടേ? ഇൻറ്റു 5% സീക്വൽ എത്ര വരും? 5,000 വരും. ലാസ്റ്റ് അല്ലേ കഴിയാൻ പോണേതാ? ഐ. എന്തായി പറയുന്നത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താ ഇക്വേഷൻ? ഇപ്പോൾ നമ്മൾ മുകളിൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് അസറ്റ്. ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മളിതാ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് 5,000. ഓപ്പറേറ്റിംഗ് അസറ്റ് മുകളിൽ നമ്മൾ തന്നിട്ട് ക്വസ്റ്റ്യൻ എത്രയാ? 2,00,000 ഇൻറ്റു 100 എത്ര കിട്ടും? 2%. അല്ലെങ്കിൽ നേരത്തെ കണ്ട പരിപാടി ചെയ്യാം അല്ലേ? 2 കോമ്പിനേഷൻ അല്ലേ? അസറ്റ് ടേൺ ഓവർ റേഷ്യോ എത്ര ഉള്ളത്? 0.4 ടൈംസ് എന്ന് എഴുതിയില്ല, ക്വസ്റ്റ്യനിലാണ് നമ്മളല്ലേ ടൈംസ്. പിന്നെ ഇപ്പം നമ്മൾ എഴുതി കണ്ടിട്ടുണ്ട് 5%. അപ്പം അങ്ങനെ ചെയ്യാം. എങ്ങനെ? 0.40 ഇൻറ്റു എത്രയാണ്? 5% കണ്ടാൽ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? നേരത്തെ നമ്മൾ ചെയ്തില്ലേ? ലൈക്ക് ദാറ്റ്. ക്വസ്റ്റ്യനിലെ ഒരു കമൻറ്റ് കൂടെ പറയുന്നുണ്ട് അല്ലേ? എന്താണ് കമൻറ്റ് പറയുന്നത്? ഓൺ ദ റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ഈച്ച് ഡിവിഷൻ വാട്ട് ക്വസ്റ്റ്യൻ ക്യാൻ ബി റേസ്ഡ് ആസ് ദ റിസൾട്ട് ഓഫ് ദെയർ പെർഫോമൻസ്. അങ്ങനെ പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം ഈ സാധനങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ലിസ്റ്റ് ചെയ്യാമെന്ന് നന്നാവും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ റേഷ്യോയിൽ വെച്ചിട്ട് ഓരോന്നും എടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ABCDI വരെയുള്ള സാധനങ്ങൾ അതിലിട്ടാം. എന്നിട്ട് ഓരോ സാധനം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. അങ്ങനെ ചെയ്യല്ലേ? അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ കത്തൂല, അതുകൊണ്ടാ പണിയെടുക്കാനും വയ്യ, മനസ്സിലാവും. എടുത്തോ. പോയിന്റ് നമ്പർ ഏതാ? A2. കമൻറ്റ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. കമൻറ്റ്. കമൻറ്റ് ഇടാറില്ലേ നിങ്ങൾ? എവിടെ? യെസ്. ആ ടേബിൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക? വരയ്ക്കുക. X, Y, Z. സെയിൽസ് ഒരുമിച്ചാക്കട്ടെ, പെട്ടെന്നാവട്ടെ. സെയിൽസ് എത്രയൊക്കെ ഉള്ളത്? സെയിൽസ് 5 lakh ഒരെണ്ണം തന്നിട്ടുണ്ട്. വൈഡ് എത്ര കണ്ടെത്തിയുള്ളത്? 75 lakhs. 1 lakh. അടുത്ത ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയൊക്കെ? 25,000 30,000 5,000. അടുത്ത ഓപ്പറേറ്റിംഗ് അസറ്റ് 1 lakh 15 ലക്ഷം
2,50,000 അതിലുണ്ട്. ഇതാണ് ബേസിക് ഡാറ്റ. ഈ 3 റേഷ്യോ കാണുന്നുണ്ട് അല്ലേ. ഒന്നാമത്തെ റേഷ്യോ ഏതാ? അസറ്റ് ടേൺ ഓവർ റേഷ്യോ. എത്ര ഉള്ളത്? 5. പിന്നെ 5.40. നമ്പർ 2 മാർജിൻ. അയ്യോ 5 അല്ലേ? ടൈംസ് അല്ല, മോളത്തട. ഈ മാർജിൻ എത്ര? 5%. മൂന്നാമത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഒരെണ്ണത്തിൻ്റെ തന്നിട്ടുണ്ട് 2%. ബാക്കി രണ്ട് എത്ര? 25%. 2%. ബാഗ് എഴുതും. പ്ലീസ് ഒന്ന് എഴുതാനുള്ള സമയം കൊടുക്കും. കഴിഞ്ഞ ആളുകൾ മിണ്ടാതിരിക്കും. പറയല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ROE തന്നെ നോക്കാതെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുമ്പോൾ മെയിൻ റേഷ്യോ ആദ്യം പറയാം. എന്നിട്ട് അതിന് കാരണക്കാരായ 2 റേഷ്യോ ഇവിടെ ഏതാണുള്ളത്? അസറ്റ് ടേൺ ഓവർ റേഷ്യോയും പിന്നെ ഏതാണ്? പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ ROE നിന്ന് തുടങ്ങാം അല്ലേ? എന്താ നിങ്ങൾക്ക് ഒബ്സർവേഷൻ? ROE X എന്താണ്? സൂപ്പറാണ് 25. പക്ഷെ Y-യും Z-ഉം എന്താണ്? പരാജയം അല്ലേ? ആദ്യത്തെ ഒബ്സർവേഷൻ അതന്നെ ആവട്ടെ അല്ലേ? എഴുതിയില്ല എല്ലാവരും? ഓക്കെ, അടിയിൽ എഴുതാം. നമ്പർ 1 The performance of X is superb. നമ്മൾ എഴുതാൻ കുഴപ്പമില്ല, മനസ്സിലാവും. സൂപ്പർ എന്ന് എഴുതാം. സൂപ്പർബ് എന്ന് വേണ്ട, സൂപ്പർ എന്ന് തോന്നുന്നു. സൂപ്പർബ് എന്നുള്ളത് നമ്മളൊരു കൊളോക്കൽ ഉപയോഗിക്കുന്ന സാധനം തോന്നുന്നു അല്ലേ? എന്നല്ലേ? The performance of division X is super, but the condition of Y and Z is very bad. Very bad. ഓക്കെ, നമ്പർ 2 നിങ്ങൾ പറയണം. അടുത്ത് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എടുക്കാം. ഇത് ROE വെച്ച് നോക്കുമ്പോഴല്ലേ? ROE നമ്മൾ പറഞ്ഞില്ല? ഇല്ലില്ല. സോറി. ബേസ്ഡ് ഓൺ ഏതാ? ROI. ഇനി കുറേ കാര്യങ്ങൾ ചെയ്യട്ടാ. ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. സെയിൽസ് ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ കണ്ടാ? ഗംഭീര സെയിൽസാണ്. എവിടെ നടന്നത്? വൈയിൽ നടന്നത്. പക്ഷെ അവരുടെ ഓപ്പറേറ്റിംഗ് എന്താണ്? വളരെ തുച്ഛമാണ്. വൈ?
കോസ്റ്റ്. കുറേ ദിവസമായിട്ടാണ് പറയണത് തന്നെ. ഏതാ? ബിക്കോസ് ഓഫ് ഹയർ കോസ്റ്റ്. അപ്പോൾ വൈ എന്ത് ചെയ്യണം? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനുള്ള എഫിഷ്യൻസി മെഷർമെൻറ്റ് മറ്റുള്ള പരിപാടികൾ എന്ത് ചെയ്യണം? അവലംബിക്കണം. ഓക്കെ അല്ലേ? ആരംഭിക്കല്ല, അവലംബിക്കാന്നുണ്ട് അല്ലേ? അങ്ങനെ ജയമലയാളത്തിൽ അല്ലേ? ഉണ്ട്. നമ്മുടെ മലയാളം മീഡിയം കാര്യത്തിൽ കുറേ ഉണ്ട് സാധനങ്ങൾ. അപ്പോൾ ആ ഒബ്സർവേഷൻ ഒന്ന് എഴുതിയാലോ? അല്ല, ഈ സാധനം എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഏത്? മാർജിൻ അല്ലേ? അതിന് പിടിച്ചെഴുതാപ്പോ എഴുതാം. The sales of division Y is എന്താ? much higher compared to X. But the profit margin of Y is very lower. Very lower. It is only എത്ര ഉള്ളൂ? 0.4%. 0.4%. ബ്രാക്കറ്റ് എഴുതി വെക്കാം. മാർജിൻ ഓഫ് എക്സ് ഈസ് 5%. ഫുൾ സ്റ്റോപ്പ് ഇട്ട് സെയിം പോയിന്റ് കണ്ടിന്യൂ ചെയ്യാം. Why has to give more attention? On cost reduction strategies. Much more attention on cost reduction strategies like re-engineering, improve productivity and efficiency, etc. മക്കളെ, റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിലവിലൊരു 300 രൂപയ്ക്ക് ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ നൂക്ക് ആൻഡ് കോർണറിലും എന്ത് ചെയ്യണം? ഒരു റിസർച്ച് നടത്തുന്നതിനാണ് എന്ത് പറയുക? റീ എഞ്ചിനീയറിംഗ് എന്ന് പറയും. സിമ്പിളായിട്ട് മനസ്സിലാക്കി. ഫൈനലൊക്കെ അതിൻ്റെ ചെറിയ തിയറി ഒക്കെ പഠിക്കാം. റീ എഞ്ചിനീയറിംഗ് അത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഓരോ ഭാഗങ്ങളും എടുത്ത് എന്ത് ചെയ്യുക? ഏത് കോമ്പണൻ്റാണ് കോസ്റ്റ് കൂടുതൽ എന്ന് എന്ത് ചെയ്യുക? A to Z ഒരു റിസർച്ചാണ്. ഇനി എന്താ നിങ്ങൾക്ക് പറയല്ലോ? നിങ്ങളുടെ ഇത് വരട്ടെ പോയിന്റ്. എൻ്റെ ഇരുന്നുള്ളതൊക്കെ തീർന്നു. പറ, അസറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത്? അസറ്റ് യൂട്ടിലൈസേഷൻ്റെ പൊസിഷൻ വളരെ പൂറാണ്. ആര്? ഇസഡ്. ഓക്കെ അല്ലേ? അപ്പോൾ വൈക്ക് വളരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എക്സിനെ ആദ്യം തന്നെ ഒരു പോയിന്റ് പറഞ്ഞു വെച്ച് എക്സ് ബെറ്ററാണ് അല്ലേ? യെസ്. കുറേ ഇതും എഴുതിയാൽ തീരും ചേട്ടാ, അത്രമേൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറയാം. കാരണം അസറ്റ് ടേൺ ഓവർ റേഷ്യോ നോക്കുമ്പോൾ എക്സും വൈയും എന്താണ്? ഓക്കെ അല്ലേ? പക്ഷെ ആര് വളരെ പുവർ പെർഫോമൻസ് ആണ്? ഇസഡ് എന്ത് ചെയ്യുന്നില്ല? അവരുടെ അസറ്റ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യേണ്ടി വരും? അസറ്റ് യൂട്ടിലൈസേഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, മാർഗങ്ങൾ അവർ വേണ്ടി വരും. അപ്പോൾ എഴുതാം, ആ പോയിന്റ് എഴുതാം. കമ്പയർ ടു എക്സ് ആൻഡ് വൈ, കമ്പയർ ടു എക്സ് ആൻഡ് വൈ, the asset utilization of Z is very lower. The asset utilization of Z is very lower. Hello? തന്നെ
ആ ഞാൻ ക്ലാസ്സിലായിരുന്നു, കുറച്ച് വിളിച്ചാൽ മതി. കൊല്ലംപള്ളി എടപ്പാളുണ്ട്, എടപ്പാൾ ഒരു IBS ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ ആ കഴിഞ്ഞില്ലേ? ഇപ്പം എന്തെഴുതി? നിങ്ങൾക്ക് എഴുതാം it is very low. Why should take necessary actions? Why should take necessary actions? Why should take? Why അല്ലേ? അല്ല, ഞാൻ തെറ്റെന്നാ എഴുതിയത്. മക്കളിപ്പോ ഏതാ പറഞ്ഞത്? അസറ്റ് ടേൺ ഓവർ റേഷ്യോ അല്ലേ ഏറ്റവും കുറവ് ആർക്കാ? ഇസഡിനല്ലേ? അതല്ലേ എഴുതിയുള്ളത്? പറഞ്ഞത് വയ്യ. അപ്പൊ നിങ്ങൾ തിരുത്തണ്ടേ? വയ്യാണ് ഞാൻ പറഞ്ഞ. ഓ യാ സോറി. ഇസഡ് ഷുഡ് ടേക്ക് നെസസറി ആക്ഷൻ. Z should take necessary action to utilize its asset. To utilize its asset effectively. To utilize its asset effectively. Okay, le? ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഇതിലത്തെ ഏത് ഡിവിഷനൊക്കെ വേണമെങ്കിൽ ഇവർക്ക് ക്ലോസ് ചെയ്യാം. YUZ ഒക്കെ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം അല്ലേ? ഇഫ് റിമീഡിയൽ ആക്ഷൻ ഈസ് നോട്ട് പോസിബിൾ, Y and Z ക്യാൻ ബി ക്ലോസ്ഡ്. ഓക്കെ അല്ലേ? ഒരു ക്യാൻ ബി ആണ്, നമുക്ക് അറിയില്ല കേട്ടോ. നമ്മുടെ സജഷൻ കൊടുക്കണം, അപ്പോൾ നമുക്ക് കൊടുക്കാം. നമ്മുടെ സജഷൻ അല്ലേ, നമ്മളല്ലേ തീരുമാനിക്കുക. അടുത്ത ലാസ്റ്റ് പോയിന്റ് ഇട്ട് ഇഫ് Y and Z cannot improve their efficiency. If Y and Z cannot improve their efficiency, they can close their division. They can close their division. They can close their division. Due to this, the companyയുടെ പേരുണ്ടാ ഉണ്ട്. Due to this company XYZ Corporation, due to this the company XYZ Corporation can heavily focus on division X. Can heavily focus on division X. Division X. ഒന്ന് വായിച്ചു നോക്കൂ.